ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. രാഹുലിനെ വിശദമായി ചോദ്യം ചെയ്യാനും രാഹുലുമായി തെളിവെടുപ്പ് നടത്താനുമാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കേസ് രാഷ്ട്രീയ പ്രേരിതമെന്നും തെളിവില്ലെന്നുമാണ് പ്രതിഭാഗത്തിന്റെ വാദം. രാഹുലിനെതിരെ വലിയ പ്രതിഷേധമാണ് ഡിവൈഎഫ്ഐ യുവമോർച്ച പ്രവർത്തകർ ഇന്നും ഉയർത്തിയത്. അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പത്തനംതിട്ടയിൽ നിന്നും അടൂരിലെ പോലീസ് ക്യാമ്പിലേക്ക് മാറ്റും. പാലക്കാട് നിന്നും രാഹുലിനെ കസ്റ്റഡിയിലെടുത്ത KPM റീജൻസിയിലെ മുറിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിലിനെ മൊബൈൽ ഫോൺ കണ്ടെടുക്കുകയും ചെയ്തു. ഷിജോ കുര്യനും ഐഷത്തുൽ ഷംനും ചേരുന്ന ഏറ്റവും കൂടുതലുമായി. ഷിജോ, നാളെ മകരവിളക്കാണ്. ശബരിമലയിലേക്ക് പോലീസ് ഡ്യൂട്ടിക്ക് പോകുന്ന ഒരുപാട് പോലീസുകാരുണ്ട്. ഈ വലിയ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ യഥാർത്ഥത്തിൽ പത്തനംതിട്ടയിലെ പോലീസുകാരുടെ കുറവ് കാരണമാവില്ലേ അടൂരിലെ ക്യാമ്പിലേക്ക് മാറ്റാനുള്ള ആലോചന? ഷിജോ, ഹാഷ്മി, അങ്ങനൊരു ആലോചന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിലുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലൊരു ജനപ്രതിനിധിയാണ്, MLA ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ രീതിയിലുള്ള ഒരു പരിഗണന പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൊടുക്കേണ്ടത് അവരുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പത്തനംതിട്ട AR ക്യാമ്പിൽ നിന്ന് അടൂരിലെ AR ക്യാമ്പിലേക്ക് മാറ്റാനുള്ള ആലോചനയാണ് ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ നടക്കുന്നത്. അത് സംബന്ധിച്ചുകൊണ്ട് സ്പെഷ്യൽ ബ്രാഞ്ചും IBയും ഒക്കെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് ജില്ലയിൽ കുറേയധികം പോലീസുകാരുടെ കുറവുണ്ട്. നാളെ മകരവിളക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേയധികം പോലീസ് ഉദ്യോഗസ്ഥർ അവർക്ക് നിയോഗിച്ചിട്ടുള്ള വിവിധ സ്ഥലങ്ങളിലേക്ക് ജോലിക്കായിട്ട് പോകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥരുടെ കുറവ് നിലവിൽ AR ക്യാമ്പിലുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ നിലവിൽ അടൂരിലുള്ള ക്യാമ്പിലേക്ക് മാറ്റാനുള്ള ആലോചന നടക്കുന്നത്. അതൊരു അന്തിമഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടിയാലോചനകൾ, ചർച്ചകളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം രാത്രിയോടുകൂടിയായിരിക്കും അക്കാര്യത്തിനകത്ത് അന്തിമമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് ഉദ്യോഗസ്ഥർ എത്തുക. നിലവിൽ ഉച്ചയോടുകൂടി പത്തനംതിട്ട AR ക്യാമ്പിൽ എത്തിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ വന്ന് ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞ്, കാരണം കുറേയധികം ചീമുട്ടയറൊക്കെ കിട്ടിയതാണ്. അങ്ങനെ ആ ചീമുട്ടയറൊക്കെ കിട്ടിയതുകൊണ്ട് ഇവിടെ ഒന്ന് കുളിയെല്ലാം കഴിഞ്ഞ് ഉച്ചഭക്ഷണവും കഴിഞ്ഞ് ഒരു കാപ്പിയൊക്കെ കുടിച്ച് AR ക്യാമ്പിൽ ഇരിപ്പുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് അകത്ത് നിന്ന് ലഭിക്കുന്നത്. SIT ഉദ്യോഗസ്ഥർ രാഹുലിനോട് പലവിധമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിനൊന്നും ഒരു ഉത്തരം പറയാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തപ്പോൾ ഏത് രീതിയിലാണോ സമീപിച്ചത് അതേ സമീപനം അല്ലെങ്കിൽ അതേ ഒരു ആറ്റിറ്റ്യൂഡ് ഇപ്പോഴും തുടരുകയാണ്. ഒരു തരത്തിലും ചോദ്യങ്ങളോട് സഹകരിക്കുന്നില്ല. കൃത്യമായിട്ട് ചോദ്യാവലികൾ തയ്യാറാക്കി രാഹുലിനോട് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ള തീരുമാനത്തിലേക്കാണ് നിലവിൽ SIT എത്തിയിട്ടുള്ളത്. രാഹുലിനോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ പ്രകാരം രാഹുലിനോട് ചോദ്യങ്ങൾ ചോദിക്കും. അതിനുശേഷം ഇന്നിപ്പോൾ രാത്രി തിരുവല്ലയിലെ ക്ലബ് 7 ഹോട്ടലിലെത്തി രാഹുലുമായിട്ട് തെളിവെടുപ്പ് നടത്താനുള്ള ഒരു സാധ്യതയില്ല എന്നുള്ളൊരു വിവരമാണ് നമുക്ക് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ തന്നെ ലഭിക്കുന്നത്. ഒരുപക്ഷെ നാളെ ആയിരിക്കാം രാഹുൽ മാങ്കൂട്ടവുമായിട്ട് തിരുവല്ലയിലെ ക്ലബ് 7 ഹോട്ടലിലെത്തി തെളിവെടുപ്പ് നടത്തുക. ഇതിൽ ഏറ്റവും അനിവാര്യമായ കാര്യമെന്ന് പറയുന്നത് സാഹചര്യ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ്. രാഹുലിന്റെ മൊബൈൽ ഫോൺ സീസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ 2024 ഏപ്രിൽ മാസം 8-ാം തീയതി ഈ പെൺകുട്ടിയെ ഹോട്ടലിലെത്തിച്ച് ഇപ്പോൾ പീഡനം നടത്തിയപ്പോൾ ഇതൊക്കെ മൊബൈലിൽ ചിത്രീകരിച്ചു എന്നാണ് പറയുന്നത്. ആ മൊബൈൽ ഫോൺ അടക്കം ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ മൊബൈലിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി ശേഖരിക്കണം. അങ്ങനെ മൊബൈലിന്റെ ശാസ്ത്രീയ പരിശോധന, സാഹചര്യ തെളിവുകളൊക്കെ കണ്ടെത്തേണ്ടതായുണ്ട്. അപ്പോൾ അതിന് 3 ദിവസമാണ് തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിന് 3 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ SITക്ക് നൽകിയിട്ടുള്ളത്. ഇന്നിപ്പോൾ രാഹുലിനെ കോടതിയിൽ ഹാജരാക്കിയ സമയം മുതൽ വലിയ പ്രതിഷേധത്തിനാണ് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയും തിരുവല്ല താലൂക്ക് ആശുപത്രിയും സാക്ഷ്യം വഹിച്ചത്. DYFI, SFI, യുവമോർച്ച അടക്കമുള്ള യുവജന സംഘടനയിൽപ്പെട്ട പ്രവർത്തകരുടെ വലിയ പ്രതിഷേധം ആശുപത്രിയിലും ഈ പറയുന്ന കോടതിയിലുമൊക്കെ ഉണ്ടായിരുന്നു. രാഹുലിന് നേർക്ക് ചീമുട്ട എറിഞ്ഞു, കാർക്കിച്ചു തുപ്പി. അതോടൊപ്പം തന്നെ രാഹുലിനെതിരെ ഈ പറയുന്ന കോഴിയുടെ വലിയ തരത്തിലുള്ള ഫ്ലെക്സുകൾ ഉയർത്തിക്കാട്ടുന്നു. അങ്ങനെ വലിയ പ്രതിഷേധം ജില്ലയിൽ ഉടനീളം ഉണ്ടായിരുന്നു. വരുന്ന വഴിക്ക് കരിങ്കുടി പ്രതിഷേധം ഉണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്കിടയിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ കൊണ്ടുവന്നത്. ആ പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറിൽ ഈ പറയുന്ന ജില്ലയിലെ AR ക്യാമ്പിലേക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ക്യാമ്പ് മാറ്റാൻ വേണ്ടിയുള്ള ആലോചന നടക്കുന്നത്. അടൂരിലേക്ക് കൊണ്ടുപോകുന്ന കാര്യത്തിനകത്ത് അല്പസമയം കഴിയുമ്പോൾ അന്തിമ തീരുമാനം എടുത്തേക്കും. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്ന പത്തനംതിട്ട പഞ്ചായത്ത് അംഗം കോൺഗ്രസിന്റെ പ്രതിനിധി ശ്രീനാദേവി കുഞ്ഞമ്മയെ തള്ളിക്കൊണ്ട് ഇപ്പോൾ അനിൽ തോമസ് DCC വൈസ് പ്രസിഡന്റ് കൂടി രംഗത്ത് വന്നിട്ടുണ്ട്. പേരിന്റെ അർത്ഥം മറന്നുകൊണ്ടുള്ള പ്രതികരണമാണ് ശ്രീനാദേവി കുഞ്ഞമ്മ നടത്തിയിട്ടുള്ളത്. വെള്ളം കുടിച്ചു മരിച്ചാൽ ഭാഗ്യം എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണം കൂടി നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ UDFന്റെ ഭാഗമേ അല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നേതൃത്വം പറയുന്നതിനിടയിലേക്കാണ് കോൺഗ്രസിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നത്. ഇപ്പോൾ അതിനെ തള്ളിയാണ് DCC പ്രസിഡന്റ് കൂടി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധങ്ങൾക്കിടയിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടവുമായിട്ടുള്ള പോലീസ് സംഘം AR ക്യാമ്പിലേക്ക് എത്തിയിട്ടുള്ളത്. സമാനതയില്ലാത്ത പ്രതിഷേധമാണ്. ഈ പറഞ്ഞ ചീമുട്ടയാർ കണ്ടു. രാഹുൽ ഇരിക്കുന്ന വണ്ടിയിലേക്ക് ചാടിയടിക്കുന്ന ഒരു DYFI പ്രവർത്തനാണ്, യുവമോർച്ച പ്രവർത്തനാണോ എന്നറിയില്ല. രണ്ടിലൊരു പ്രവർത്തകനെ കണ്ടു. അങ്ങനെ കുറച്ചുകൂടി നീർക്കുന്നവർ ഒരു രാഹുലിന് അടുത്തേക്ക് അല്ലെങ്കിൽ പ്രതിക്ക് അടുത്ത് വളരെ അടുത്തേക്ക് വന്നുള്ള പ്രതിഷേധം, കയ്യേറ്റത്തോളം എത്തുന്ന പ്രതിഷേധമൊക്കെ നമ്മൾ
കണ്ടു. അത് അടുത്ത കാലത്ത് നമ്മൾ അങ്ങനെ കേരളത്തിൽ കാണാത്തൊരു പ്രതിഷേധ രീതിയാണ് താനും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.